തിരക്ക് പിടിച്ചൊരു ഊഹത്തിലെത്തണ്ട, നന്നായി നോക്കിക്കോളി. റിയാദിൽ നിന്ന് ദമാമിലേക്കുള്ള റോഡുമെന്ന് ബോഡി കിട്ടിയെന്നാണ് പോലീസിന്റെ റെക്കോർഡ്സിൽ. പാസ്പോർട്ടോ ഇക്കാമയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങാനും മേൽവിലാസം കണ്ടുപിടിക്കാൻ പറ്റിയ ബോഡി നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കായിരുന്നു. ഇപ്പൊ ഒരു 2-3 മാസമായിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവും. ഇടത് കൈത്തണ്ടമ്മില് രാംന്ന് ഹിന്ദിയിൽ പച്ചകുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാവും ഇന്ത്യക്കാരനാണെന്ന് ഉറപ്പിച്ചത്. ബംഗാളിയോ UP-യോ ബീഹാറിയോ ആരായാലും ആളറിയാണ്ട് മരിച്ച ഇവിടെ ഒരു ഒറ്റ പേരാ, അൺനോൺ ഇന്ത്യൻ. ഫോട്ടോ കണ്ടപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നത് നേരാ. എനിക്കറിയാവുന്ന ആൾക്ക് മൂക്കിന്റെ താഴെ വലിയൊരു അരിമ്പാറയുണ്ട്. ഇതിനതില്ല. ഒരു അരിമ്പാറയിൽ കടിച്ചു തൂങ്ങണോ? ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയിട്ട്. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാ ഇല്ലാത്ത അരിമ്പാറ ഉണ്ടാവും പോണ്ടോ? റസാക്കാക്ക് സ്വന്തമായിട്ട് കടയും കച്ചവടമൊക്കെ ഉള്ളതല്ലേ? കാൽ കാശിന് ഉപകാരമില്ലാത്ത ഇതുപോലുള്ള കാര്യങ്ങളുടെ പുറകെ നടന്ന് വെറുതെ സമയം കളയണോ? ഇനിയിപ്പോ ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിൽ ആശുപത്രിക്കാരെ അടക്കിക്കോളും. ശരിയാ. പക്ഷെ ഏതൊക്കെയോ നാട്ടില് ഇവരുടെ ഒരു വിളിയും അയക്കുന്ന പൈസയും കാത്തിരിക്കുന്ന കുടുംബക്കാരുണ്ടാവും. 3-4 തവണ അത് മുടങ്ങുമ്പോൾ കുടുംബത്തെ മറന്ന് ഗൾഫിൽ സുഖിച്ച് ജീവിക്കുകയെന്ന് അവരിവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ആ ശാപത്തിൽ നിന്ന് മരിച്ചവരുടെ ആത്മാക്കളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ രമേശ. ഒന്ന് വേഗം വാ. റസാക്കാട് പുറന്നിട്ട് എന്റെ ജോലി കളയാൻ പറ്റിയല്ല. കമ്പനിയിൽ നിന്ന് 2 പ്രാവശ്യം കോള് വന്നു. അടുത്ത ലോഡ് ഡെലിവറി ചെയ്യാറായി. എന്തായി? ആരുടെ ബോഡിയെന്ന് അറിഞ്ഞോ? ഒരു അരിമ്പാറയുടെ കുറവ്. ഫോട്ടോ കണ്ട് അറിയാമെന്ന് പറഞ്ഞു വന്ന ആള് ആ അരിമ്പാറയുടെ മുകളിൽ നിന്ന് പിടിവിടുന്നില്ല. അകത്ത് വെച്ച് അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും നിങ്ങളുടെ മുഖത്തൊരു സംശയം ഞാൻ കണ്ടു. അപ്പൊ ആളത് തന്നെയാണല്ലോ അല്ലേ? ചത്തോന ആരായാലും എനിക്കെന്താ? ദമാമിന്ന് റിയാദ് വരെയുള്ള ടാക്സി കൂലി അയാൾ തരുമോ? ഉറുപ്പിയ 150. അത് റസാക്ക് തരണം. 150 റിയാലോ? ടാക്സി എന്റെ സ്വന്തം അല്ലല്ലോ റസാക്കെ. നിങ്ങൾ തന്ന ഫോട്ടോ അല്ലേ അകത്ത് കിടക്കുന്ന ഡെഡ് ബോഡിന്റെ? അതെന്റെ കയ്യിലുണ്ട്. ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ഞാൻ റസാക്കിനെ വിളിക്കാം. ശരി എന്നാ. ഇപ്പൊ എന്തോയി? 150 റിയാല് പോയപ്പോ സമാനമല്ലോ. സാരമില്ല വർഗീസേ, കാശല്ലേ, അത് ഇനിയും ഉണ്ടാവും. അതുണ്ടാക്കാൻ അറിയാവുന്നവർക്ക്. എന്റെ റസാക്ക, നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് നമ്മളിവിടെ ഒന്ന് കഷ്ടപ്പെടുന്നതേ 4 ചക്രം ഉണ്ടാക്കാനാ. സ്വന്തം കുടുംബക്കാർക്ക് കൊടുക്കേണ്ട കാശ് വെറുതെ നാട്ടുകാർക്ക് കൊടുക്കണോ? അറിയില്ല വർഗീസേ, ഞാനും എൻ്റെ വീടും എൻ്റെ ബാങ്ക് അക്കൗണ്ടും എന്ന മട്ടിൽ ജീവിക്കണതിൽ എന്താ ഇത്ര സുഖമെന്ന് മനസ്സിലാവണില്ല. ഞാൻ നിർത്തി. നന്നാകുകയല്ലെന്ന് സ്വയം തീരുമാനിച്ചിറങ്ങിയിരിക്കുകയല്ലേ. അല്ലോ, അച്ഛന് വന്ന് ഉമ്മയെന്ന് നാട്ടിലേക്ക് മടങ്ങുക, ഞാനത് വിട്ടു. ഹലോ, രാവിലെ മുതൽ പെട്ടിയും പാക്ക് ചെയ്ത് കാത്തിരിക്കണതാ ഉമ്മ. ഇങ്ങളെ കാണാണ്ട് ഒരു ഇരിക്കപ്പുറതിയില്ല. ഇനി ഇത് എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത്? എന്നത്തെയും പോലെ ലാസ്റ്റ് മിനിറ്റിൽ ഓടിപ്പറഞ്ഞ് എത്താന്ന ഇന്നും പരിപാടി? ഞാൻ വന്നോണ്ടിരിക്കാ സെറീന. നീ ഉമ്മയോട് ബേജാറാവേണ്ടിരിക്കാൻ പറ. സലീം അങ്ങോട്ട് പോന്നിട്ടുണ്ട്, ഇപ്പൊ എത്തും. വേഗം വാ. രസാക്കോ, ഇവിടെ വടക്കേലെ കുഞ്ഞോദീന്റെ ഭാര്യ ഒരു മൊസല്ല വേണോന്ന് പറഞ്ഞിനി. ഞാനത് മറന്ന്. അതും 3-4 ദസ്വിയും വരുമ്പോ വാങ്ങണം കേട്ടാ. പൈക്കാത്ത കുറച്ച് ഈന്തപ്പയവും സൗദിന്ന് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ജമീലത്ത ഇന്നും വിളിച്ചു പറഞ്ഞേക്കണ്. ശരി ഉമ്മ, വാങ്ങാം. വിമാനത്താവളത്തിൽ പോകാൻ നേരാവണമെന്ന് നോക്കി നിക്കണ്ട. ഇത്തിരി വേഗം വന്നേക്ക്. ഉമ്മാക്ക് അന്നയും കണ്ട് എന്റെ ശബ്ദവും കേട്ട് കുറച്ചേരം കൂടെ ഇവിടെ ഇരിക്കല്ല. എത്തിപ്പോയി ഉമ്മ, ഇപ്പൊ വരാം. വർഗീസേ, നമുക്ക് ഫ്രൈഡേ മാർക്കറ്റ് വഴി ഒന്ന് കറങ്ങാം. ഹലോ, എവിടെ? ഏത് സൈറ്റില്? ഞാനിപ്പോ വരാം, ഉടനെ എത്താം. വർഗീസേ, ഫ്രൈഡേ മാർക്കറ്റ് പോകാൻ വരട്ടെ. നേരെ സനായിക്ക് വിട്ടോ. അതെന്നെതിനാ? അവിടുത്തെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു ആക്സിഡന്റ് നടന്നേക്കണത്. ഒരാൾക്ക് വളരെ സീരിയസ് ആണെന്ന്. അവിടെ ഒന്ന് തല കാണിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അല്ല, അത് പിന്നെ സമയം തോനെ ഉണ്ടോ? എന്താ വല? കുടുങ്ങിന്ന് പറഞ്ഞാ മതിയല്ലോ റസാക്ക. ഇക്കാലത്ത് മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യാൻ നിന്ന് നമ്മുടെ തലപ്പെടും.
എന്താ പറ്റിയത്? ലാഡറിന്ന് വീണതാ. എല്ലാരും കൂടി എന്നെ ഇവിടെ ഇട്ട് കൊന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ. ഇയാളെ ഇവിടെ ഇങ്ങനെ കിടത്താതെ വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ നോക്ക്. അതിന് ഇയാളുടെ കയ്യിൽ ഒരു രേഖയില്ല. കൂടെ പോയാൽ ഞങ്ങൾ കൊടുക്കും. റസാക്കയാവുമ്പോ ആശുപത്രിയിലും പോലീസിലും ഒക്കെ നല്ല പരിചയല്ലേ. പിന്നെ റസാക്ക വെറുതെ അതിന്റെ പുറകെ ഓടാൻ പോലെ ഞങ്ങൾ അത്യാവശ്യമായിട്ട് എയർപോർട്ട് വരെ പോവാ. റസാക്ക വന്നേ. രേഖകളൊന്നും ഇല്ലാതെ ഇയാൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഒരു ഉപകാരം ചെയ്ത റസാക്ക. ഇവിടെ പണിക്ക് ആളുകൾ തികയാണ്ട് വരുമ്പോ പുറത്തുനിന്ന് അങ്ങനെ എടുക്കാറുണ്ട്. പാസ്പോർട്ട് ഇക്കാമയൊന്നും ഇല്ലാതെ ഇയാൾ പണിക്ക് വന്നപ്പോ എങ്ങനെയും ജീവിച്ചു പോട്ടെന്ന് കരുതി കൂട്ടത്തിൽ ചേർത്തോ. മോള് കറിയെങ്കിൽ തലയിട്ടെന്ന് ഞാൻ പറഞ്ഞതാ സാറേ. ഒരു കേട്ടില്ല. എന്താ ഇയാളുടെ പേര്? ചാന്ത് ഭാഷ. ഇന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ സാറന്മാരെ. റസാക്ക ഇതിന്റെ പുറകെ ചുറ്റിത്തിരിയാൻ നിന്ന ഉമ്മ വർത്താനം പറഞ്ഞു നിൽക്കാതെ പിടിക്ക് വർഗീസേ. പക്കടോ പക്കടോ. എക്സ്റേ സ്കാനിംഗ് ഒക്കെ എടുക്കേണ്ടി വരും. നടുവൊടിഞ്ഞ കേസാ. ബാപ്പുമാക്ക് കൊറേ ദിവസം കഴിഞ്ഞ് പോയാ പോരെ? മതിയായിരുന്നു മോളെ. പക്ഷേ അവിടുത്തെ ആടുകൾ ആര് നോക്കും? ഇപ്പൊ തന്നെ ജമീല താത്ത നോക്കാന്ന് പറഞ്ഞ ഉറപ്പില്ല ബാപ്പമ്മ പോന്നത്. എപ്പോഴും അത് പറ്റുമോ? ബാപ്പ സമയത്തെത്തുന്ന് വിചാരിക്കണ്ട, എപ്പോഴും വൈകും. കുടുംബകാര്യത്തിൽ മാത്രമേ അമ്മാന്തുള്ളൂ. നാട്ടുകാരുടെ കാര്യത്തിൽ വലിയ കൃത്യനിഷ്ഠയാ. ഓന്റെ ബാപ്പയെ എങ്ങനെയായിരുന്നു? കുടിയിലെ കാര്യം മുടങ്ങിയാലും പള്ളിക്കാര്യം മുടക്കൂല. നാട്ടിലെങ്ങനെയും ജീവിക്കാം. അതുപോലെയാണോ അന്യനാട്ടില്? ഇപ്പൊ തന്നെ ഉമ്മയെ ഹജ്ജിന് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊല്ലം 10 കഴിഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പോഴല്ലേ നടന്നത്? അൽഹംദുലില്ലാ, ഇപ്പോഴെങ്കിലും അത് നടന്നല്ല. ഈ അങ്ങനെ സമാധാനിക്ക്. ആ ഈ കാട്ടിനൊന്ന് കെട്ടിക്ക സലീമേ. ഞാൻ കെട്ടിയാ ഉറക്കൂല. 7 മണിന്റെ ഫ്ലൈറ്റ് അല്ലേ? ആ മൂത്തുമാനം കൊണ്ട് ഞാൻ പോയാലോ സെറീനാത്ത? റസാക്കാനെ നോക്കിയൊന്നും നടക്കൂല. അജ്ജി കഴിഞ്ഞ് മടങ്ങുന്നവരുടെ നല്ല ക്യൂ ഉണ്ടാവും. റസാക്കാനോട് എയർപോർട്ടിലെത്താൻ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഈ വായ മുടിക്ക സലീമേ. എന്റെ മോന്റെ മുഖം കാണാണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയെ നല്ല കാര്യായി. വിമാനം ഇതല്ലെങ്കിലേ വേറെ വരും. ഇനി ഞാൻ പൊക്കോട്ടെ. ഓ എല്ലാം എടുത്തു വെച്ചോ സലീമേ? റസാക്ക വരാതെ മോളിൽ നിന്ന് ഇറങ്ങില്ലെന്ന് വാശി പിടിച്ചിരിക്കുക മുത്തുമ്മ. ഇതും കൂടി വെച്ചോ. ഇങ്ങനെ നടക്കണോണ്ട് റസാക്കയുടെ പോക്കറ്റ് കാലിയാവണത് മാത്രം മെച്ചുള്ളൂ. വേറെ വല്ലവരായിരുന്നെങ്കിൽ നാട്ടിലിപ്പോ എന്തൊക്കെ ഉണ്ടാക്കിയാനെ. ഒരു വീട് പണിയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കൊല്ലത്രയായി. അടുത്ത മഴക്കാലത്തിന് മുമ്പ് വാർപ്പ് തീർക്കുന്ന ഉപ്പ ആ പറഞ്ഞിട്ടുണ്ടല്ലോ. നീ മിണ്ടാണ്ടിരിക്കെ. അങ്ങനെ ഇപ്പൊ 8 മഴക്കാലം കഴിഞ്ഞു പോയത്. എന്നിട്ട് വാർപ്പ് തീർന്നോ? ഒക്കെ ഉണ്ടാവും സെറീന. തൊട്ടതിനും പിടിച്ചതിനും ഓനെ കുറ്റപ്പെടുത്താതിരുന്നാ മതി. ആ ഉമ്മ പോണ നേരായിട്ടും എന്നെ കുറിച്ചുള്ള പരാതികൾ വായിച്ചു തീർന്നില്ലേ സെറീന? അന്നെ കുറിച്ച് ആർക്കാടാ പരാതി? ഓള് സ്നേഹം കൊണ്ട് പറയുന്നല്ലേ. അതെ അതെ. പക്ഷെ ഇവള് സ്നേഹം കണക്കാക്കണത് കമ്പിയുടെയും സിമെന്റിന്റെയും മണലിന്റെയും കണക്കനുസരിച്ചാ. ഓരോ പണിയിൽ നിന്നെടുത്ത് 1 ലോഡ് മണലിറക്കിയ ഇവക്ക് ഞാൻ 1 ലോഡ് സ്നേഹം ഇറക്കി കൊടുത്തു എന്നർത്ഥം അല്ലേ സെറീന? ഇപ്പൊ തന്നെ നേരം വൈകി. ഇറങ്ങാൻ നോക്ക്. എന്നിട്ട് മതി എന്റെ സ്നേഹത്തിന്റെ കണക്കെടുപ്പ്. വാ ഉമ്മ. ആ ചെന്ന ഉടനെ ദാമോദരൻ ഡോക്ടറെ കാണണം. BP ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യണം. വാ. ഉമ്മ അന്നെ കണ്ണു നിറച്ചൊന്ന് കണ്ടോട്ടെ. ഇനി എപ്പോഴാ ഇങ്ങനെ ഒന്ന് കാണാൻ കഴിയ? ഈ ഉമ്മന്റെ ഒരു കാര്യം, ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറച്ച് എന്നെ നോക്കിയാ എനിക്കും സങ്കടം വരുമെന്ന്. വന്നേ. അസ്സലാമലൈക്കും. വാലേക്കും മുസ്സലാം. ഹംസക്ക കാലത്ത് തന്നെ ഇങ്ങ് പോന്നോ? എന്തായി മോനെ? ഞാൻ ഇന്നും എംബസിയിലേക്ക് പോകുന്നുണ്ട്. വേഗം ശരിയാവും. ആ സ്പോൺസർ അറുതി ഓനെ ചതിച്ചതാ. ഓനെ ആരും പറ്റിക്കൂല. അതിപ്പോ എനിക്കും ഹംസക്കും അറിയാം. നിയമത്തിന് അറിയില്ലല്ലോ. 30 കൊല്ലം ഇവിടെ കിടന്ന് ഞാൻ നയിച്ചിട്ടും ഒരു നേർഗതി ഇല്ലാതെ വന്നപ്പോഴാ ഓനെ കൂടി വിസ അയച്ച് വരുത്തിയത്. എന്നിട്ടിപ്പോ ഇവിടെ ജയിലിലെ ഇരുട്ടറേ കിടക്കാനാണല്ലോ എന്റെ മോന്റെ വിധി. എംബസിയിൽ ചിലര് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. റഷീദിന് പെട്ടെന്ന് റിലീസ് കിട്ടും. ഒരുപാട് ഓടി നടക്കണതല്ലേ, ചെലവുണ്ടാവും. എന്റെ കയ്യില് ഇതേ ഉള്ളൂ. ഇതിനൊക്കെ കാശ് മേടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടുത്തെ ഷെയ്ക്ക് ആയാനെ. കയ്യിൽ വെച്ചോളൂ. ഹംസക്കൊക്കെ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. വേണ്ട റസാക്കെ, വിശപ്പോ എന്താവോ ഒന്നും ഇല്ലാണ്ടായിക്കണ്. സ്റ്റോക്ക് എല്ലാം തീരാറായി. കഴിഞ്ഞ തവണ ഇറക്കിയതിന്റെ പേയ്മെന്റ് കൊടുക്കാനുണ്ട്. കൊടുക്കാടോ. താൻ 100 റിയാലിന്റെ റീചാർജ് കൂപ്പൺ എടുക്ക്. ദേ
കടയിലെ കാര്യം നോക്കാണ്ട് റസാക്ക് ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല കേട്ടോ. ബത്തേലെ കടയുടെ കാര്യം അറിയാലോ, അതുപോലെ ഇതും പൂട്ടിപ്പോണ്ടെന്ന് നോക്കൂ. പിന്നെ ഞങ്ങളെ കുറ്റം പറയരുത്. നാട്ടുകാരുടെ കാര്യത്തിനായാലും ഇവിടുന്ന് കിട്ടിയാലേ ചെലവാക്കാനുണ്ടാവും. എല്ലാം ശരിയാവൂടോ. ഒറ്റ കൂപ്പണല്ല, 50 റിയാലിന്റെ 2 കൂപ്പൺ. എന്നിട്ട് എന്തിനാ വൈകുന്നേരം ആവുമ്പോഴേക്കും 50ന്റെ 2 കൂപ്പണും നാട്ടുകാർക്ക് കൊണ്ട് വിളിച്ചു തീർക്കൂലേ? രണ്ടായാലും കണക്കാ. എങ്ങനുണ്ട്? എന്തൊക്കെയാ അജിത്ത് ഈ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ വാർത്തയാണോ ഇത്? ഇതൊരുമാതിരി ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇത്തിരി പൊടിപ്പും തൊങ്ങൽ വെച്ച് പൊലിപ്പിച്ചില്ലെങ്കിലേ വാർത്ത വായിക്കാനൊന്നും ആളെ കിട്ടില്ല റസാഖെ. യഥാർത്ഥ ജീവിതത്തിന് വായനക്കാരില്ലടോ. മനസ്സിലായി. കഥയും നോവൽ എഴുതി തോറ്റുപോയവരാ ജേർണലിസ്റ്റ് ആവുന്നത് എന്ന് പറയുന്നത് സത്യ. എന്തിനാ അജിത്തെ നിങ്ങളുടെ സംശയവും ഭാവനയും വെച്ച് ഈ പാവങ്ങളുടെ ജീവിതം ഒട്ടിങ്ങനെ തട്ടിക്കളിക്കുന്നത്? സ്പോൺസറെ തല്ലിയതിന്റെ പേരിൽ അറസ്റ്റിലായ ചേർത്തലക്കാരൻ സുരേന്ദ്രനെ പറ്റി വന്ന വാർത്തയില് സ്പോൺസറുടെ ഭാര്യയുമായി സുരേന്ദ്രന് ബന്ധമുണ്ടായിരുന്നോ എന്ന സംശയമാണ് വഴക്കിലെത്തിയത് എന്ന് നിങ്ങൾ എഴുതിയില്ലേ? ഒടുവിൽ അത് എവിടം വരെ എത്തിയെന്നറിയാമോ? അതോ നിങ്ങൾക്കത് നിസ്സാരം. സുരേന്ദ്രൻ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയാലും ഭാര്യയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഭാര്യ പോയി. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ സുരേന്ദ്രൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം മാത്രമേ ആ സ്റ്റോറിക്ക് നിലനിൽപ്പുള്ളൂ. 10 മിനിറ്റിൽ കൂടുതൽ ഞാനിവിടെ ഇരുന്നാൽ താൻ എന്നെയും ഒരു കോളം വാർത്തയാക്കി മാറ്റും. അതിനു മുമ്പ് ഞാൻ ഇറങ്ങ. നിക്ക്, ഒരു പുതിയ ന്യൂസ് ഉണ്ട്. കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ബുറേദയിൽ ഒരു അറബിയുടെ വീട്ടിലെ ഗദ്ദാമയാ. അവിടുന്ന് കുറെ പണവും സ്വർണവും മോഷ്ടിച്ച് 2 ദിവസം മുമ്പ് ചാടിപ്പോയി എന്നാണ് വാർത്ത. വല്ല പരിചയം ഉണ്ടോ നോക്കിക്കേ. അശ്വതി അറിയോ? ഇല്ല. വെണ്ണതോൽക്കുമുടലിൽ സുഗന്ധിയാ വെണ്ണ തേച്ച് നിൽക്കും ഒരു ടിപ്പിക്കൽ മലയാളി പെണ്ണ്. മോഷ്ടിച്ച് കടന്നു കളഞ്ഞാണെന്ന് കണ്ടാ പറയൂ. മരുഭൂമിയുടെ സ്വഭാവം മാറണതും മനുഷ്യന്മാരുടെ മനസ്സ് മാറണതും ആർക്കെങ്കിലും കണക്കൂട്ടി പറയാൻ പറ്റുമോ അജിത്തെ? അത് ശരിയാ. പേരും പാസ്പോർട്ടിലെ ഡീറ്റെയിൽസും മാത്രം വെച്ച് ഒരു സ്റ്റോറിക്കുള്ള സ്കോപ്പ് ഇല്ല. കുറച്ചുകൂടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. താനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്തായാലും താൻ സ്വന്തമായി കഥയുണ്ടാക്കി ഇതും ഡിറ്റക്റ്റീവ് നോവലാക്കണ്ട. കഥയേക്കാൾ വിചിത്രമായ ജീവിതം ഉണ്ടാവും നമ്മൾ അറിയാത്ത പല മനുഷ്യർ.